ഹരേ കൃഷ്ണ. 54-ാം പേജ് അല്ലേ പ്രഭു? ഓ പേജ് എടുത്തു. ഓപ്പൺ ആയാ മതി. ആദ്യം ഗുരുവേ ഹേ രാധ മാധവ ജയ കുഞ്ച വിഹാരി ജയ ഗോപിജന വല്ലഭ ഗിരിവരദാരി ജയ ഗോപിജന വല്ലഭ ഗിരിവരദാരി യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീരാവനചാരി യമുന തീരാവനചാരി ഹേ രാധ മാധവ ജയ കുഞ്ച വിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. പ്രഭുപാദ് ഗുരുദേവ് ഉമജ്ഞാനതിമിരാന്ധ്യസ്യ ജ്ഞാനാഞ്ജനശലാകായ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വഭാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാം നിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തേ. പുരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി. വാഞ്ചാകൽപതരൂപൃശ കൃപാ സിന്ധുഭ്യോ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്താ വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. കൃഷ്ണ എല്ലാ ഡിവോട്ടീസിന്റെയും അനുഗ്രഹത്തോടെ അനുവാദത്തോടെ തരുമ്പോൾ ഇന്നലെ കഥ പ്രഭു വായിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വായിക്കുന്നു. മധുരയിലെ എല്ലാ മുഖ്യ സ്ഥലങ്ങളും സന്ദർശിച്ച ശേഷം മഹാപ്രഭു വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു ഉന്നത ബ്രാഹ്മണ കുലജാതനും സർവോപരി ഒരു സന്യാസി എന്ന നിലയ്ക്ക് സർവവർണാശ്രമ ധർമ്മങ്ങളുടെ ആചാര്യനുമായിരുന്നിട്ടും അദ്ദേഹം എല്ലാ വിഭാഗത്തിലും പെട്ട വൈഷ്ണവരിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കുമായിരുന്നു. മധുരയിലെ സനോഡിയ ബ്രാഹ്മണരെ സമുദായത്തിൽ നിമ്ന വിഭാഗമായി കണക്കാക്കുന്നു. എന്നിരുന്നാലും മാധവേന്ദ്രപുരിയുടെ കുടുംബത്തിലെ ശിഷ്യനായതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ആതിഥേയ ബ്രാഹ്മണനിൽ നിന്നും മഹാപ്രഭു ഭക്ഷണം സ്വീകരിക്കുകയുണ്ടായി.
വൃന്ദാവനത്തിൽ മഹാപ്രഭു 24 പ്രധാന സ്നാനദുർഗങ്ങളിലും സ്നാനഘട്ടങ്ങളിലും സ്നാനം ചെയ്യുകയും 12 പ്രധാന വനങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു. ഈ വനങ്ങളിലെല്ലാം സമസ്ത ഗോക്കളും പക്ഷികളും സുപരിചിതനായ അടുത്ത സുഹൃത്തിനെ എന്ന പോലെ മഹാപ്രഭുവിനെ സ്വാഗതം ചെയ്തു. മഹാപ്രഭു ആ വനത്തിലെ വൃക്ഷങ്ങളെ ആലിംഗനം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന് അതീന്ദ്രിയമായ പരമാനന്ദത്തിന്റെ ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയുണ്ടായി. ചില സന്ദർഭങ്ങളിൽ മഹാപ്രഭു അബോധാവസ്ഥയിൽ നിലം പതിച്ചെങ്കിലും കൃഷ്ണനാമ ജപം അദ്ദേഹത്തെ സ്വബോധാവസ്ഥനാക്കി. വൃന്ദാവനത്തിലെ വനങ്ങളിലൂടെയുള്ള സഞ്ചാരവേളയിൽ മഹാപ്രഭുവിന്റെ ശരീരത്തിൽ പ്രത്യക്ഷമായ അതീന്ദ്രിയ ലക്ഷണങ്ങൾ അവ്യാഖ്യേയവും അതുല്യവുമാണ്. അതിന്റെ തികച്ച് ലഘുവായ ഒരു സംഗ്രഹം മാത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കാമ്യവനം, ആദീശ്വരം, പാവന സരോവരം, എതരീവനം, ശേഷശായ ഖേല തീർത്ഥം, പാണ്ഡീരവനം, ഭദ്രവനം, ശ്രീവനം, ലൗഹവനം, മഹാവനം, ഗോകുലം, കാളിയഹൃതം, ദ്വാദശാദിത്യം, കേശി തീർത്ഥം തുടങ്ങിയ ചില പ്രധാന സ്ഥലങ്ങളിൽ വൃന്ദാവനത്തിൽ മഹാപ്രഭു സന്ദർശിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രാസകേളി നടന്ന സ്ഥലം സന്ദർശിച്ചപ്പോൾ മഹാപ്രഭു മോഹന നിദ്രയിൽ നിലം പതിച്ചു. വൃന്ദാവനത്തിൽ വസിച്ച കാലം അത്രയും മഹാപ്രഭു അക്രൂരഘട്ടം തന്റെ ആസ്ഥാനമാക്കി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭു ഹരിപോ. ഹരേ കൃഷ്ണ. അതായത് നമ്മൾ വായിച്ച ഭാഗത്തിന്റെ മധുരയിലെ എല്ലാ മുഖ്യ സ്ഥലങ്ങളും സന്ദർശിച്ച ശേഷം മഹാപ്രഭു വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു. ഉന്നത ബ്രാഹ്മണ കുലജാതനും മഹാപ്രഭു ഉന്നത കുല ബ്രാഹ്മണ ജാതനും സർവോപരി ഒരു സന്യാസി എന്ന നിലയ്ക്ക് സർവ വർണ്ണാശ്രമങ്ങളുടെ ആചാര്യനുമായിരുന്നിട്ടും അദ്ദേഹം എല്ലാ വിഭാഗത്തിലും പെട്ട വൈഷ്ണവരിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കുമായിരുന്നു. അതൊരു പ്രത്യേക പോയിന്റാണ്. നമ്മൾ അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട. അദ്ദേഹം ഉന്നത കുല ജാതനും ബ്രാഹ്മണനും ആയിരുന്നിട്ടും എല്ലാതരം പ്രത്യേകം പറയുന്ന വൈഷ്ണവരിൽ നിന്നും ഭക്ഷണം സ്വീകരിച്ചിരുന്നു. അത് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്. മഹാപ്രഭു ബ്രാഹ്മൺ ആണെങ്കിൽ പോലും ഒരു വൈഷ്ണവൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് പ്രസാദം സ്വീകരിക്കുകയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകം എടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മധുരയിൽ സനോഡിയ ബ്രാഹ്മണരെ സമുദായത്തിലെ നിമ്ന വിഭാഗമായി കണക്കാക്കുന്നു. എന്നിരുന്നാലും മാധവേന്ദ്രപുരിയുടെ കുടുംബത്തിലെ ശിഷ്യനായിട്ടുണ്ട്. ഈ മാധവേന്ദ്രപുരി എന്ന് പറയുന്നത് ഒരു മഹാഭക്തനായിരുന്നു. മഹാഭക്തൻ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വിവരണങ്ങൾ മഹാപ്രഭു ഞാനത് ഒന്ന് വായിക്കാം. മാധവേന്ദ്രപുരി ചൈതന്യ മഹാപ്രഭു ഛത്രഭോഗത്തിലൂടെ പ്രയാണം ചെയ്ത് വൃദ്ധമന്ത്രേശ്വരത്ത് വന്ന ശ്രീ ചൈതന്യ മഹാപ്രഭു ഒഡീഷയുടെ അതിർത്തിയിൽ എത്തിച്ചേർന്നു. ഗോപിനാഥ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള പ്രശസ്തമായ രമുണ ഗ്രാമത്തിലെത്തി തന്റെ ഗുരുവായ ഈശ്വരപുരിയിൽ നിന്ന് ശ്രവിച്ചിരുന്ന മാധവേന്ദ്രപുരിയുടെ ലീലകൾ അവിടെ വെച്ച് മഹാപ്രഭു വർണ്ണിച്ചു. അതായത് മാധവേന്ദ്രപുരി ആരായിരുന്നു എന്ന് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കണം. മഹാപ്രഭുവിന്റെ ഗുരു ഈശ്വരപുരിയിൽ നിന്നുമാണ് മാധവേന്ദ്രപുരിയെ പറ്റി മഹാപ്രഭു ശ്രമിച്ചിരുന്നത്. മാധവേന്ദ്രപുരിയുടെ കുറച്ച് കാര്യം എല്ലാം പറയാൻ പറ്റില്ല, അത്ര വിപുലമായ കാര്യങ്ങളും മഹാഭക്തനുമായിരുന്നു മാധവേന്ദ്രപുരി. മാധവേന്ദ്രപുരി ഗോവർദ്ധനത്തിൽ താമസിച്ചു കൊണ്ടിരുന്നപ്പോൾ ഗോപാല വിഗ്രഹം വനത്തിൽ ഉണ്ടെന്ന് ഒരു രാത്രിയിൽ അദ്ദേഹം സ്വപ്നത്തിൽ ദർശിച്ചു. അടുത്ത പ്രഭാതത്തിൽ അയൽവാസികളായ സുഹൃത്തുക്കളുടെ സഹായത്തോടെ അദ്ദേഹം വിഗ്രഹം കുഴിച്ചെടുത്തു. ആ ഗോപാല വിഗ്രഹം ആഘോഷപൂർവം ഗോവർദ്ധനഗിരിയുടെ മുകളിൽ പ്രതിഷ്ഠിച്ചു. ഗോപാലൻ ആരാധിക്കപ്പെടുകയും അന്നകൂട ഉത്സവം നടത്തുകയും ചെയ്തു. ഈ ഉത്സവം എന്ന് പറയുന്ന അന്നകൂട ഉത്സവം എന്ന് പറയുമ്പോൾ നമ്മള് ഈ ഗോവർദ്ധനഗിരിയില് ഗോവർദ്ധന പൂജയ്ക്ക് അന്നകൂടം എങ്ങനെ നടത്തിയിരുന്നുവോ അതിനേക്കാൾ വിപുലമായി നടത്തിയിരുന്നെന്നാണ്. അത് കുറേ വിവരണമുണ്ട്. അതിപ്പോ പറയാൻ നിന്നാലും ഒരു അരമണിക്കൂർ പറഞ്ഞാലും തീരില്ല, അത്രയും വിവരണമുണ്ട്. ഈ മാധവേന്ദ്രപുരി ഈ ഭഗവാന്റെ വിഗ്രഹം ഗോപാല വിഗ്രഹം എടുക്കുന്നതും അന്നകൂട ഉത്സവം നടത്തുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രാത്രി ഗോപാലമൂർത്തി വീണ്ടും ഒരു
സ്വപ്നത്തിൽ വന്ന് മാധവേന്ദ്രപുരിക്ക് പ്രത്യക്ഷനാവുകയും ജഗന്നാഥപുരിയിൽ നിന്നും ചന്ദനം കൊണ്ടുവന്ന് തന്റെ ഉടലിൽ ലേപനം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ മാധവേന്ദ്രപുരി ഒഡീഷയിലേക്ക് പുറപ്പെട്ടു. അപ്പൊ നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട മാധവേന്ദ്രപുരി ഈ ആരായിരുന്നു എന്നുള്ള ഒരു അതിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ബംഗാളിലൂടെ യാത്ര ചെയ്യുന്നതിനിടയിൽ യമുന ഗ്രാമത്തിലെത്തിയ അദ്ദേഹത്തിന് അവിടെ ഗോപിനാഥന് ലഭിച്ച ഒരു കലം പായസം ഖീർ ലഭിച്ചു. അത് ഈ ഇങ്ങനെ ഇത് അന്വേഷിച്ച് പോകുന്നതിനിടയ്ക്ക് അന്ന് ചന്ദനം കൊണ്ടുവന്ന് ലേപനം ചെയ്യാൻ പറയുമ്പോൾ ഈ ചന്ദനമൊക്കെ കൊണ്ടുവരുന്നതിന് അന്ന് നിയമപരമായിട്ട് ഒരുപാട് തടസ്സങ്ങളുള്ള ചന്ദനം കൊണ്ടുവരുന്നതിനുള്ള തടസ്സങ്ങൾ അറിയാമല്ലോ. അപ്പൊ ഇതിനു വേണ്ടി അദ്ദേഹം പോകുന്ന പോക്കിലാണ് യമുനാദേശത്ത് ഗോപാല, അതായത് ഗീർ ചോരൻ, ക്ഷീരചോര ഗോപിനാഥൻ എന്ന് പറയുന്ന ഭഗവാന്റെ കഥയാണ്. അങ്ങനെയാണ് ഈ മാധവേന്ദ്രപുരിക്ക് പായസം മോഷ്ടിച്ച് ഭഗവാൻ കൊടുക്കുന്നതിനാണ് അതിൽ നിന്നുണ്ടായതാണ് ഈ ചോര ഗോപിനാഥൻ എന്ന പേര് തന്നെ ഭഗവാൻ ലഭിക്കുന്നത്. അപ്പൊ മാധവേന്ദ്രപുരി അത്രത്തോളം വലിയ ഭക്തനായിരുന്നു. നമ്മളെ അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന പറയുന്നുണ്ട്: സന്ധ്യാവന്തന ഭദ്രമസ്തു ഭവതോ സ്നാനം തുഭ്യം ഭൂ ദേവ പിതരച്ചതർപ്പണവിധോ നാഹം ക്ഷമാക്ഷിമ്യതാം യത്ര ഗോപി നിഷധ്യയാതോ. അങ്ങനെ ഒരു ശ്ലോകം നമ്മുടെ ഭഗവത്ഗീത പർപ്പോട്ടില് 2-ാം അധ്യായത്തിന്റെ പർപ്പോട്ടിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. അല്ലയോ ത്രിസന്ധ്യാ പ്രാർത്ഥനകളെ നിങ്ങൾക്ക് നമസ്കാരം, സ്നാനമേ നമസ്കാരം, ദേവന്മാരെ പിതൃക്കളെ നിങ്ങളെ ആദരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല, ക്ഷമിക്കണം. ഇന്ന് ഞാൻ എവിടെയായിരുന്നാലും യദുകുലോത്തമനായ കംസവേദിയെ മാത്രം ഓർത്തുകൊണ്ടിരിക്കുന്നു. ആ ഓർമ്മ മാത്രം മതി എനിക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാകാൻ. ഇങ്ങനെയൊക്കെ കുറെ പ്രാർത്ഥനയും പറയുന്നുണ്ട്. അതായത് അത്രമാത്രം ഭഗവാനോടുള്ള പ്രേമം. ഈ മാധവേന്ദ്രപുരിയുടെ പാസ്റ്റ് ടൈംസ് ഒരു ജന്മം ഏതാണെന്നൊക്കെ പറയുന്നുണ്ട്. അത്രമേൽ, അതായത് സന്ധ്യാപ്രാർത്ഥനകളിൽ നിങ്ങൾക്ക്, അതായത് ഒരു ബ്രഹ്മചാരി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെ പറ്റിയാ പറയുന്നത്. 3 നേരത്തെ കുളി, അങ്ങനെ കുറെ നിത്യകർമ്മങ്ങളുണ്ട്. ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല, എനിക്കിതൊന്നും പറ്റുന്നില്ല, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട് മാധവേന്ദ്രപുരി. എനിക്കിന്ന് എവിടെയായിരുന്നാലും യദുകുലോത്തമനായ കംസവൈരിയെ മാത്രം ഓർത്തുകൊണ്ടിരിക്കുന്നു. ആ ഓർമ്മ മാത്രം മതി എനിക്ക് സകല പാപങ്ങളിൽ നിന്ന് മുക്തനാകാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പായസത്തിലേക്ക് വരാം. പായസം ഭഗവാൻ മോഷ്ടിച്ചെടുത്ത് മാധവേന്ദ്രപുരിക്ക് പറയണം. അതായത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഭഗവാന്റെ ക്ഷീരഗോപിനാഥ ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം ഇരിക്കുമ്പോൾ ഈ ഭഗവാന് എത്രയോ കലങ്ങളിൽ ഇങ്ങനെ പാൽപായസം കൊണ്ടുപോകും. അപ്പൊ ഇത് മാധവേന്ദ്രപുരി കാണുമ്പോൾ ഇതിലൊന്ന് നോക്കിയിട്ട് എനിക്ക് ഇതിന്നൊരു പായസം ഒന്ന് രുചിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ഭഗവാനും, അതായത് ഗോപിനാഥനും കൊടുക്കാമായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ തോന്നിയ അതേ നിമിഷം തന്നെ ഇദ്ദേഹത്തിന് വളരെ ദുഃഖവും കുറ്റബോധവും ഉണ്ടാകും. ഞാൻ ഭഗവാന് കൊണ്ടുപോയ പായസമാണല്ലോ ഇങ്ങനെ ആഗ്രഹിച്ചു പോയതെന്നുള്ള ആ ഒരു വലിയ ദുഃഖത്തിൽ അദ്ദേഹം വിജനമായ ഒരു സ്ഥലത്ത് ചെന്നിരിക്കുന്നതാണ്. ആ കുറ്റബോധം കൊണ്ട് ഭഗവാന് കൊണ്ടുപോയ സാധനം ഞാൻ ആഗ്രഹിച്ചു പോയല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ ചെന്നിരിക്കും. അവിടെ ഇരുന്നിട്ട്, അത് നല്ല കഥയാണ്, ഒരുപാട് നീണ്ട കഥയാണ്, പറയാനൊന്നായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് അദ്ദേഹം ഭക്ഷണം പോലും കഴിക്കാതെ ഇരുന്ന് ഭഗവാനെ ഭജിച്ച് ഇരുന്ന് ഉറങ്ങിപ്പോകുമെന്ന് ഉണ്ട്. ഒടുവിൽ രാത്രിയാകുമ്പോ ഈ ക്ഷീര ഗോപിനാഥൻ പൂജാരി സ്വപ്നം കാണിക്കും. അപ്പൊ ഈ പായസം കൊണ്ടുവരുമ്പോ ഒരു കല അന്ന് കുറയുന്നതായിട്ട് പൂജാരിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ പൂജാരി അത് ശ്രദ്ധിച്ചില്ല, എന്തോ ആണ്. എന്നിട്ട് പൂജാരിയോട് പറയും, ഇന്ന സ്ഥലത്ത് ഒരു പായസവും കലവും ഇരിപ്പുണ്ട്, അതിനെ എടുത്ത് മാധവേന്ദ്രപുരി എന്ന് പറയുന്ന ആൾക്ക് കൊടുക്കണമെന്ന് പറയും. മാധവേന്ദ്രപുരി ആരാണെന്നൊന്നും പൂജാരിക്ക് അറിയില്ല. പൂജാരി വന്ന് നോക്കുമ്പോ അതേ സ്ഥാനത്ത് തന്നെ ഈ പായസവും കലവും ഇരിപ്പുണ്ട്. അപ്പൊ തന്നെ പൂജാരി ഈ പായസവും കലവും എടുത്തുകൊണ്ട് അങ്ങനെ വിജനമായ സ്ഥലത്തൂടെ വിളിച്ചു നടക്കുകയാണ്. മാധവേന്ദ്രപുരി, കാരണം അദ്ദേഹത്തിന് അറിയില്ലല്ലോ മാധവേന്ദ്രപുരി ആരാണെന്ന് അറിയില്ല. മാധവേന്ദ്രപുരി എന്നാണ് ഈ കഥയൊക്കെ നന്നായിട്ട് പറയാൻ അറിയാന്നുള്ളൊരു വളരെ രസത്തിൽ പറയും. മാധവേന്ദ്രപുരി എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് പോകും. അപ്പൊ ഇദ്ദേഹം ഈ വിളി കേട്ടിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോ നിങ്ങൾക്ക് ഭഗവാൻ പായസം തന്നേക്കുന്നു എന്ന് പറയും. അദ്ദേഹം വളരെ ആശ്ചര്യത്തോടെ, അനുഭവത്തോടെ, ഭക്തിയോടെ ഈ പായസം വാങ്ങിക്കും. പായസം കുടിച്ചു കഴിഞ്ഞിട്ട് ഈ കലം പോലും നഷ്ടപ്പെടുത്താനുള്ള ദുഃഖം കൊണ്ട് ഈ കലം പൊട്ടിച്ച് തരികളാക്കി എന്നും ഭക്ഷണത്തോടൊപ്പം ഇരുന്നൊരു ഭാഗം കഴിക്കുമായിരുന്നു മാധവേന്ദ്രപുരി. അത്രയും വലിയൊരു ഭക്തനാണ് മാധവേന്ദ്രപുരി.
അങ്ങനെ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിനും മറ്റു ഭക്തന്മാർക്കും വർണ്ണിച്ചു കൊടുക്കുക എന്ന ഭാഗമാണിത്. അങ്ങനെ വർണ്ണിച്ചു കൊടുക്കും. ഇങ്ങനെ ഇരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ചില ശ്ലോകങ്ങൾ ചൊല്ലവേ അവിടെ നിന്ന് ഹർഷോന്മാദത്താൽ പ്രവേശിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ഈ ചൈതന്യ മഹാപ്രഭു ഹർഷോന്മാദത്താൽ ആവേശനായി നിൽക്കുന്നതാണ് പ്രവേശിക്കുകയും ചെയ്തു. പക്ഷെ ധാരാളം ആളുകൾ കൂടിയിട്ടുണ്ടെന്ന് കണ്ട അവിടെ നിന്ന് സ്വയം ആ ഭാവത്തെ നിയന്ത്രിക്കുകയും കുറച്ച് പായസം ഭക്ഷിക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ഇത്രയും ഹർഷോന്മാദം അദ്ദേഹത്തിനോടുള്ള ഭക്തി, അദ്ദേഹത്തിനോടുള്ള മത കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചൈതന്യ മഹാപ്രഭു ഹർഷോന്മാദനാകുന്നത്. പക്ഷെ ആൾക്കാർ നിൽക്കുന്നത് അത് ചൈതന്യ മഹാപ്രഭുവിന്റെ ശരീരം തന്നെ മാറുമെന്നാണ് അദ്ദേഹത്തിന്റെ കഥകൾ പറയുന്നത്, അദ്ദേഹത്തിന്റെ കാവ്യങ്ങൾ വായിക്കും. എന്നിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. മനസ്സിലായല്ലോ. ഹരേ കൃഷ്ണ. അതങ്ങനെ അത്രയും വലിയൊരു ഭക്തനായിരുന്നു മാധവേന്ദ്രപുരി. പിന്നെ അതുപോലെ നമ്മൾക്ക് മഹാപ്രഭുവിനെ പറ്റി പറയുന്നത്, മഹാപ്രഭു 24 പ്രധാന സ്നാനദുർഗങ്ങളിലെ സ്നാനഘട്ടങ്ങളിലെ സ്നാനം ചെയ്യുകയും 12 പ്രധാന വനങ്ങളിലൂടെ സഞ്ചരിക്കും. 12 വനങ്ങളെ പറയുന്നുണ്ടല്ലോ, എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. പറയട്ടോ. അതായത് ഞാനത് എടുക്കാൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വരും. അപ്പൊ അതങ്ങ് വിടാം. കുറെ സ്ഥലമാണ് പറയുന്നത്. അപ്പൊ ഈ ചൈതന്യ മഹാപ്രഭു നമ്മൾ പറയുന്നുണ്ട്, പരമാനന്ദത്തിന്റെ ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയുണ്ടായി. ചില സന്ദർഭങ്ങളിൽ മഹാപ്രഭു അബോധാവസ്ഥയിൽ നിലം പതിച്ചെങ്കിലും കൃഷ്ണനാമജപം അദ്ദേഹത്തെ സ്വബോധാവസ്ഥനാക്കി. വൃന്ദാവനത്തിലെ വനങ്ങളിലൂടെ സഞ്ചാരമില്ല. അതായത് മഹാപ്രഭു നമ്മളെപ്പോഴും പല ഭാഗങ്ങളിലും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന മഹാപ്രഭു പലപ്പോഴും അബോധാവസ്ഥയിൽ വീഴുന്നുണ്ടെന്ന്. നമുക്ക് ഇതിന്റെ ആ ഗൂഢമായ ഭാഗം മനസ്സിലാകാത്തതുകൊണ്ടാണ്. ചൈതന്യ ചരിതാമൃതത്തിൽ നല്ല ഭംഗിയായിട്ട് പറയുന്നുണ്ട്. അബോധാവസ്ഥയിൽ മഹാപ്രഭു വീഴുന്നതിൻ്റെത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കറിയാൻ പറ്റും. അതായത് ഭഗവാന്റെ ലീലകൾ നമ്മൾക്കെല്ലാം അറിയില്ലല്ലോ, അതുപോലെയാണ് മഹാപ്രഭുവിന്റെ ലീലകൾ. നമുക്കറിയാത്ത ഭാഗമാണ് അത്, ഈ ഗൂഢമായ ഭാഗങ്ങളാണ്. അതാണ് മഹാപ്രഭു ഈ അബോധാവസ്ഥയിൽ വീഴുന്നെന്ന് പറയുന്നത്. അത് അങ്ങനെ അതായത് കൂടുതലും മഹാപ്രഭു ഭക്തന്മാരുടെ ഇടയിൽ വരുമ്പോൾ ഭഗവാന്റെ അടുത്ത്, അതായത് ജഗന്നാഥപുരിയിൽ വെച്ചിട്ട് ഭഗവാൻ എത്രയോ പ്രാവശ്യം അബോധാവസ്ഥയിൽ വീഴുന്നെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആൾക്കാർ ഭയക്കുന്നുണ്ട്. എന്നാലും മഹാപ്രഭു ആരാണെന്ന് അറിയാന്നുള്ളവർക്ക് ആ ഭയം ഉണ്ടാകില്ലെന്നാ പറയുന്നത്. അത് മഹാപ്രഭു ഭഗവാൻ തന്നെയാണല്ലോ. അതായത് മഹാപ്രഭു മഹാപ്രഭുവിന്റെ ലീലകളിൽ നമ്മൾ പല ഭാഗത്തും വായിച്ചു കേട്ടിട്ടുണ്ട്. ജഗന്നാഥ ഭഗവാൻ രഥയാത്രയിൽ മുമ്പ് ഭഗവാൻ ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിൽ രാസലീലയും മറ്റു ലീലകളും ആടിയതുപോലെ മഹാപ്രഭു അലൗകികമായ ലീലകൾ നിർവഹിച്ചു കൊണ്ടിരുന്നു. രഥയാത്ര വേളയിൽ രഥത്തിന് മുന്നിലുള്ള മഹാപ്രഭുവിന്റെ നൃത്തം, ഈ ഭഗവാൻ രഥയാത്രയിൽ നമ്മുടെ ഐശ്വര്യ മാതാജി കഴിഞ്ഞ പ്രാവശ്യം കുറെ ഭാഗങ്ങൾ ഭഗവാൻ രാസനൃത്തത്തിൽ വിഭജിക്കുന്നത് പോലെ മഹാപ്രഭു വിഭജിക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും രഥത്തിന് ഈ നൃത്തം കാണുന്നത് നിർമ്മലരായ ഭക്തർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. എല്ലാ പേർക്കും കാണാൻ സാധിക്കില്ലെന്നാണ് ശാസ്ത്രങ്ങളിൽ നിന്നുള്ള പല ശ്ലോകങ്ങളും. അതായത് നമോ ബ്രഹ്മണ്യ ദേവായ വൈഷ്ണവ ആ ശ്ലോകം ചൊല്ലുന്നുണ്ട്. പിന്നെ മുകുന്ദമാല സ്തോത്രത്തിലെ ആ ശ്ലോകം ചൊല്ലുന്നുണ്ട് മഹാപ്രഭു. അങ്ങനെ കുറെ ശ്ലോകങ്ങൾ നൃത്തം ചെയ്യുകയും അതിന്റെ 2 ശ്ലോകത്തിന്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത്. നൃത്തം ചെയ്യുകയും കുതിച്ചു ചാടുകയും ഇടിമുഴക്കം പോലെ ഗർജിക്കുകയും ഒരു ചക്രം പോലെ വൃത്തത്തിൽ ചലിക്കുകയും ചെയ്ത ശ്രീ ചൈതന്യ മഹാപ്രഭു അഗ്നിവലയം പോലെ കാണപ്പെട്ടു. അതായത് മഹാപ്രഭു ഇങ്ങനെ ഭക്തി ഉന്മാദത്താൽ നൃത്തം ചെയ്യുന്ന സമയങ്ങളിൽ മഹാപ്രഭു നൃത്തത്തിൽ ചുവട് വയ്ക്കുമ്പോൾ മലകളോട് സമുദ്രങ്ങളോടും കൂടി ഭൂമി മുഴുവനായി ചലിക്കുന്നത് പോലെ തോന്നിക്കും. അത്ര, അതായത് ഭഗവാൻ നമ്മൾ ഭാഗവത്തിൽ എവിടെ വായിച്ചിട്ടുണ്ട്, ഭഗവാൻ ഭൂമിയിൽ ചവിട്ടില്ലെന്നാണ് പറയുന്നത്. അതായത് ഭൂമിക്ക് ഭഗവാന്റെ ഭാരം താങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് ഭൂമി താഴ്ന്നു പോകും. അതുകൊണ്ട് ഭഗവാൻ ഭൂമിക്ക് മുകളിൽ കൂടെ സഞ്ചരിക്കുന്നത് നമ്മൾ ഏതോ ഭാഗത്തൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെയാണ് മഹാപ്രഭു ഇങ്ങനെ നൃത്തം ചെയ്യുമ്പോൾ ഭൂമിയും മലകളും പർവ്വതങ്ങളും എല്ലാം ചരിയുന്നത് പോലെ തോന്നിച്ചു എന്നാണ്. പരമാനന്ദകരമായ അനവധി അതീന്ദ്രിയ വ്യതിയാനങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ചിലപ്പോൾ സ്തംഭിതനാവുകയും ചിലപ്പോൾ ഉടൽ രോമാഞ്ചമണിഞ്ഞും ചിലപ്പോൾ വിയർക്കുകയും കരയുകയും വിറയ്ക്കുകയും നിറം മാറുകയും ചെയ്തു.
ചിലപ്പോൾ നിസ്സഹായത, അഭിമാനവും ബഹുലതയും വിനയം പ്രകടിപ്പിച്ചു. നൃത്തത്തിനിടയിൽ നിലം പതിച്ചാൽ അവിടുന്ന് തറയിൽ കിടന്നു ഉരുളുമായിരുന്നു. ഒരു സ്വർണ പർവ്വതം തറയിൽ ഉരുളുന്നത് പോലെയായിരുന്നു ആ ദൃശ്യം. ഈ സമയങ്ങളിൽ ജനക്കൂട്ടം മഹാപ്രഭുവിന്റെ വളരെ അടുത്തേക്ക് വരാതിരിക്കാൻ കാശീശ്വരൻ ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ബലശാലിയായ ബലരാമൻ തന്നെയായ നിത്യാനന്ദ പ്രഭു വൃത്തം ഉണ്ടാക്കി. പ്രതാപരുദ്ര ഇവരെല്ലാം കൂടെ ചേർന്ന് മറ്റുള്ളവരിൽ നിന്നും ഭഗവാനെ വളഞ്ഞു വെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതിൽ ചേർന്ന് നിത്യാനന്ദ പ്രഭു, പ്രതാപരുദ്ര ഇവരൊക്കെ ഉണ്ടായിരുന്നു. അതായത് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞു, ഗൂഢമായ പല ഉദ്ദേശങ്ങളുണ്ട്. അതായത് മഹാപ്രഭു, ചൈതന്യ മഹാപ്രഭു രാധാറാണിയുടെയും ഭഗവാന്റെയും സമുന്നയ രൂപമാണ്. ആ രാധാറാണിയുടെ വിരഹ ദുഃഖങ്ങളാണ് പലപ്പോഴും മഹാപ്രഭു പ്രകടിപ്പിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഭഗവാനോട് അത് നമുക്ക് ഇനി കുറച്ച് ഭാഗം കൂടെ ഞാൻ വായിക്കാം. ഭഗവാൻ ജഗന്നാഥൻ ചൈതന്യ മഹാപ്രഭുവിന്റെ നൃത്തം കണ്ണു ചീമാതെ ദർശിച്ചു കൊണ്ടിരുന്നപ്പോൾ രഥത്തിന്റെ മുന്നോട്ടുള്ള ഗമനം നിലയ്ക്കുകയും അത് നിശ്ചലമാവുകയും ചെയ്തു. അപ്പൊ ഭഗവാൻ ഇത് കണ്ടിട്ട് ഈ മഹാപ്രഭുവിന്റെ നൃത്തം കണ്ണു ചുമക്കാൻ നോക്കിക്കുമ്പോൾ രഥം നിന്ന് പോകുന്നതാണ്. അതായത് ഭാഗ്യദേവതയായ സുഭദ്രയ്ക്കും ഭഗവാൻ ബലരാമനും സന്തോഷവും നിർവൃതിയും അനുഭവപ്പെട്ടു. നൃത്തം കണ്ടവർ മന്ദസ്മിതം തൂകി. അപ്പൊ ഞാനതാ പറഞ്ഞത്, ഇതിന്റെ ഗൂഢമായ പല ഭാവങ്ങളും നമുക്കറിയില്ല, ഭാവങ്ങളും ഭാഗങ്ങളും നമുക്കറിയില്ല. അതാണ് മഹാപ്രഭു ഞാൻ നിർദ്ദേശിക്കുന്നത്. മഹാപ്രഭുവിന്റെ അബോധാവസ്ഥ നമ്മൾ എപ്പോഴും വായിക്കുമ്പോൾ അത് ഇനി കുറച്ച് ഭാഗങ്ങൾ പറയുന്നുണ്ട്. മഹാപ്രഭുവിന്റെ പല്ലുകൾ കൂട്ടിയിടിക്കുന്നത് കണ്ട് യഥാർത്ഥത്തിൽ ജനങ്ങൾ ഭയന്നു. അത് കൊഴിഞ്ഞു താഴെ വീഴുമെന്ന് പോലും തോന്നിപ്പോയി. നയനങ്ങളിൽ നിന്ന് ജലധാര യന്ത്രത്തിൽ നിന്നെന്ന പോലെ ശക്തമായി കണ്ണുനീർ പ്രവഹിക്കുകയും ചുറ്റും നിന്നവർ ആ അശ്രുജലത്താൽ നനയുകയും ചെയ്തു. ദേഹകാന്തി വെളുപ്പിൽ നിന്ന് ഇളം ചുവപ്പിലേക്ക് മാറുന്നത് എല്ലാവരും കണ്ടു. വായിൽ നിന്നും വരുന്ന നുരയും പതയും ശുഭാനന്ദൻ പാനം ചെയ്തു. അതായത് ഒരു ഭക്തൻ ആണ് പാനം ചെയ്തു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം വളരെ ഭാഗ്യശാലിയും കൃഷ്ണപ്രേമരസം ആസ്വദിക്കുന്നതിൽ വിദഗ്ധനുമായിരുന്നു. പുണ്യഭൂമിയായ കുരുക്ഷേത്രത്തിൽ ഭഗവാൻ കൃഷ്ണന്റെയും ശ്രീമതി രാധാറാണിയുടെയും സംഗമം പ്രതിപാദിക്കുന്ന ഒരു ഗാനം സ്വരൂപാനന്ദ, അതായത് ഇതിനിടയിൽ സ്വരൂപാനന്ദനോട് പാടാൻ പറയും, പല ശ്ലോകങ്ങളും പാടാൻ പറയും. ഇപ്രകാരം ശ്രീ ചൈതന്യ മഹാപ്രഭുവും ഭഗവാൻ ജഗന്നാഥനും തമ്മിൽ ആര് മുന്നിലെത്തും എന്നതിൽ ഒരു തരം മത്സരം തന്നെ നടന്നു. അതായത് ഈ രഥോത്സവത്തിനിടയ്ക്ക് പറയുന്നതാണ്. ഈ രഥം നടക്കുമ്പോൾ ഭഗവാനും ജഗന്നാഥനും ചൈതന്യ മഹാപ്രഭുവും തമ്മിൽ ഒരു മത്സരം നടക്കുന്നതാണ്. ഒരു മത്സരം നടന്നു. പക്ഷേ ശക്തനായ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ ഭഗവാനെ രഥത്തിൽ കാത്തിരിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ്? രാധാറാണിയുടെ ഭാവമാണ്, അതായത് അവിടെ വിരഹദുഃഖം, രാധാറാണിയുടെ വിരഹദുഃഖമാണ് ഈ മഹാപ്രഭു പ്രകടിപ്പിക്കുന്നത്. അപ്പൊ രഥത്തിൽ ഇത് അങ്ങോട്ട് പോകാനായിട്ട് ചൈതന്യ മഹാപ്രഭു അനുവദിക്കുന്നില്ല. ഭഗവാൻ അവിടെ തോൽക്കും, ഭഗവാനെ രഥത്തിൽ ഇരുത്തിക്കും എന്നാണ് പറയുന്നത്. ഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ അക്കൂർ തന്റെ അനുഭാഷ്യത്തിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ആവേശത്തെ ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു. അതായത് വളരെ ഇതായിട്ട് പറയുന്നുണ്ട്. അതിനെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. മഹാപ്രഭുവിന്റെ പ്രേമാവേശത്തെ പറ്റി അദ്ദേഹം പറയുന്ന ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തന്റെ അനുഭാഷ്യത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രേമാവേശത്തെ ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു. നന്ദപുത്രനായ ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിലെ ഗോപികമാരുടെ സംഘം ഉപേക്ഷിച്ചതിന് ശേഷം ദ്വാരകയിലെ ലീലകളിൽ മുഴുകി കൃഷ്ണൻ ദ്വാരകയിൽ നിന്ന് തന്റെ സഹോദരനും സഹോദരിയും ഒത്ത് കുരുക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ അവിടെ വൃന്ദാവനവാസികളെ വീണ്ടും കണ്ടുമുട്ടി ശ്രീ ചൈതന്യ മഹാപ്രഭു രാധാ പാവദ്യുതി സുവലിത, അതായത് കൃഷ്ണനെ അറിയുന്നതിന് രാധാറാണിയുടെ ഭാവം കൈവരിച്ച കൃഷ്ണൻ തന്നെയാകുന്നു ജഗന്നാഥ ഭഗവാൻ ശ്രീകൃഷ്ണനും ചൈതന്യ മഹാപ്രഭു ശ്രീമതി രാധാറാണിയുമാണ്. രാധാറാണി കൃഷ്ണനെ വൃന്ദാവനത്തിലേക്ക് നയിക്കുന്നത് പോലെ മഹാപ്രഭു ജഗന്നാഥനെ കുണ്ടിജാ ക്ഷേത്രത്തിലേക്ക് നയിക്കുന്നു. ഭഗവാൻ പരമമായ ഐശ്വര്യം ആസ്വദിച്ച ദ്വാരകയായി ശ്രീക്ഷേത്രമായ ജഗന്നാഥപുരിയെ കരുതുന്നു. എന്നാൽ കൃഷ്ണപ്രേമത്താൽ പൂരിതമായ വൃന്ദാവനം എന്ന ലളിതമായ ഗ്രാമത്തിലേക്ക് ഭഗവാനെ ശ്രീ ചൈതന്യ മഹാപ്രഭു നയിക്കുന്നു. അത് നമുക്കറിയാം. ബ്രജവാസികൾ ഒരിക്കലും ഭഗവാന്റെ രാജകീയ ഭാവം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർ കാലിച്ചെറുക്കൻ, അതായത് ഭഗവാൻ
ഭഗവാന്റെ കാലിച്ചെറുക്കനായ രൂപം മാത്രമേ അവർക്ക് വേണ്ടൂ, അത് മാത്രമേ അവര് ആഗ്രഹിച്ചിരുന്നുള്ളൂ, അത് മാത്രമേ അവർ നോക്കിയിരുന്നുള്ളൂ എന്നാണ്. വൃന്ദാവനം മാധുര്യ ലീലാധാമവും ശ്രീ ചൈതന്യ മഹാപ്രഭു രഥത്തെ അനുഗമിക്കുന്നത് ജഗന്നാഥൻ അഥവാ കൃഷ്ണൻ വൃന്ദാവനവാസികളെ വിസ്മരിച്ചിരുന്നത് സൂചിപ്പിക്കുന്നു. കൃഷ്ണൻ വൃന്ദാവനവാസികളെ അവഗണിച്ചെങ്കിലും അവിടത്തേക്ക് അവരെ വിസ്മരിക്കാൻ കഴിഞ്ഞില്ല. നമ്മള് ദോരകയിൽ ഭഗവാൻ വസിക്കുന്ന സമയത്ത് പലയിടത്തും കേട്ടിട്ടുണ്ട് ഭഗവാൻ എത്ര ക്രൂരതയാണ് വ്രജവാസികളോട് കാണിച്ചതെന്നൊക്കെ അഭക്തരായവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ഭഗവാൻ ഇങ്ങനെ രാത്രി സമയങ്ങളിൽ വൃന്ദാവനത്തിലെ ഓരോ ലീലകൾ ഓർമ്മിക്കുകയും ഗോപികമാരെ പേര് ചൊല്ലി വിളിച്ച് നിലവിളിക്കുകയും ചെയ്യുമായിരുന്നു. അതായത് ഒരു രാജാവായിരിക്കുന്ന സമയത്ത് ഭഗവാന് മറ്റൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ ഒരു കാര്യമാണ് ഈ വ്രജവാസികളെ, അല്ലാതെ ഭഗവാൻ ഒരിക്കലും വൃന്ദാവനം വിട്ട് ഭഗവാൻ ഒരിക്കലും പോകില്ല എന്ന് പറയുന്നുണ്ട്. ശ്രീ ചൈതന്യ മഹാപ്രഭു രഥത്തിന്റെ പിന്നിലേക്ക് പോയപ്പോൾ കൃഷ്ണൻ തന്നെയായ ജഗന്നാഥൻ രാധാറാണിയുടെ മനസ്സ് തിരിച്ചറിഞ്ഞു. അതിനാൽ താൻ വിസ്മരിച്ചിട്ടില്ലെന്ന് രാധാറാണിക്ക് സൂചന നൽകാൻ ജഗന്നാഥൻ നൃത്തം ചെയ്യുന്ന ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പിന്നിലേക്ക് ചിലപ്പോൾ പോകുമായിരുന്നു. അതിനായി ഭഗവാൻ ജഗന്നാഥൻ ചിലപ്പോൾ രഥത്തിന്റെ മുന്നോട്ടുള്ള ഗമനം നിർത്തി. അതായത് ഭഗവാൻ ഇങ്ങനെ രാധാറാണിയുടെ ഭാവത്തിൽ അദ്ദേഹം പിന്നെ കുറെ കാര്യങ്ങൾ ജഗന്നാഥനോട് പറയുന്ന ഭാവമുണ്ട്. അതായത് രാധാറാണി വിരഹ ദുഃഖം കൊണ്ട് കഴിയുന്ന, എനിക്കിതൊന്നും വേണ്ട, എന്റെ വൃന്ദാവനത്തിലേക്ക് വരണമെന്നും ചൈതന്യ മഹാപ്രഭു പറയുന്ന കുറെ ഭാഗങ്ങളുണ്ട്. അത് നല്ല രസമാണ്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം മുന്നോട്ടുള്ള ഗമനം നിർത്തി. ഈ വിധത്തിൽ ശ്രീമതി രാധാറാണിയുടെ പ്രേമാവേശമില്ലാതെ തനിക്ക് സംതൃപ്തനാകാൻ കഴിയില്ലെന്ന് ഭഗവാൻ ജഗന്നാഥൻ സമ്മതിച്ചു. അപ്രകാരം ജഗന്നാഥൻ കാത്തുനിന്നപ്പോൾ ഗൗരസുന്ദരനായ മഹാപ്രഭു രാധാറാണിയുടെ ഭാവാവേശത്തിൽ വേഗം കൃഷ്ണന്റെ മുന്നിലേക്ക് വന്നു. അത്തരം സന്ദർഭങ്ങളിൽ ജഗന്നാഥൻ സാവധാനമാണ് മുന്നോട്ട് നീങ്ങിയത്. ഈ മത്സരവിനിമയങ്ങളെല്ലാം കൃഷ്ണനും രാധാറാണിയും തമ്മിലുള്ള പ്രേമ വ്യവഹാരങ്ങളുടെ ഭാഗമാണ്. ജഗന്നാഥനോടുള്ള ഭഗവാൻ ചൈതന്യന്റെ പ്രേമാവേശവും രാധാറാണിയോടുള്ള ജഗന്നാഥന്റെ പ്രേമാവേശവും തമ്മിലുള്ള ഈ മത്സരത്തിൽ ചൈതന്യ മഹാപ്രഭു വിജയം കൈവരിച്ചു. എന്തുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു വിജയം കൈവരിച്ചത്? രാധാറാണിയാണ്. രാധാറാണിയുടെ, അതായത് ഭഗവാൻ 64 ശക്തികളുണ്ട്, രാധാറാണിക്ക് 28 ശക്തിയോ 26 ശക്തിയോ ഉണ്ടോ. പക്ഷെ ഈ 26 ശക്തികൾ കൊണ്ട് ഭഗവാനെ നിലയ്ക്ക് നിർത്താൻ രാധാറാണിക്ക് കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഈ നിർത്താൻ കഴിഞ്ഞിരുന്നു. എന്തുകൊണ്ട് ഭഗവാൻ അങ്ങനെ നിന്നു? ഭഗവാൻ ഭയന്നിട്ടാണോ? രാധാറാണിയോടുള്ള പ്രേമാവേശം, സംതൃപ്തി കൊണ്ട് രാധാറാണിക്ക് വരയും കൊടുക്കുന്നതാണ്. അതങ്ങോട്ട് ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഗൂഢമായ പല ഭാഗങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പ്രേമാവേശത്താൽ ബോധരഹിതനാകുന്നതും ബോധരഹിതമാകുമ്പോൾ സാർവഭൗമ ഭട്ടാചാര്യ ജഗന്നാഥപുരിയിൽ വെച്ച് ഭഗവാൻ ബോധരഹിതനാകുന്ന ഭാഗം, അങ്ങനെ ഒക്കെ കുറെ ഭാഗങ്ങൾ പറയുന്നുണ്ട്. പിന്നെ കാമ്യവനങ്ങളിലെ മധുരയിലെ 12 വനങ്ങളെ പറ്റി ഞാനൊന്ന് പറഞ്ഞ സമയമായോ? ഇല്ല, സമയമുണ്ടല്ലോ. എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു, നോക്കട്ടെ. 12 വനങ്ങള്. കാമ്യവനം, നോക്കിയെടുക്കുന്നെങ്കിൽ ഒരുപാട് സമയമാകും. അത് ഇതിലല്ല, ഇതിനകത്ത് എവിടെയോ ഉണ്ട്, അത് നോക്കിയെടുക്കാൻ. 12 വനങ്ങളുടെ ഇത്. പിന്നെ വൃന്ദാവനത്തിൽ നിന്നും പ്രയാഗയിലേക്ക് മടങ്ങിച്ചെന്ന മാസമേള സമയത്ത് സ്നാനം ചെയ്തതിന് മഹാപ്രഭുവിന്റെ സ്വകാര്യ സേവകനായിരുന്ന കൃഷ്ണദാസും അപേക്ഷിച്ചു. ഈ അപേക്ഷ മാനിച്ച് മഹാപ്രഭു തന്റെ സേവകനോടൊപ്പം പ്രയാഗയിലേക്ക് യാത്ര തിരിച്ചു. മാർഗമധ്യേ അവർ ഏതാനും പത്താന്മാരെ കണ്ടുമുട്ടി. പത്താന്മാരെന്ന് പറയുന്നത് അത് ഒരു വിഭാഗം മുസ്ലിം വർഗത്തെ. എന്നിട്ട് മഹാപ്രഭു ഖുറാനിൽ ഭാഗവത ധർമ്മത്തെ കുറിച്ചും ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ടെന്ന് ഇവിടെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് മാത്രമല്ല 84 ലക്ഷം ജീവിവർഗങ്ങളെ കുറിച്ച് പോലും അദ്ദേഹം പഠിപ്പിച്ചു ശ്രീ രൂപ ഗോസ്വാമിയെ
പിന്നെ ഇന്നലെ കഥാമൃത രൂപ സനാതന ഗോസ്വാമിയെ പറ്റിയൊക്കെ നല്ല വിവരണം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതായത് വേദങ്ങൾ പഠിക്കുന്നതിന്റെ ഉദ്ദേശവും വേദങ്ങളില്ലാതെ ഭഗവാനെ അറിഞ്ഞാൽ മാത്രം മതി, വേദങ്ങളുടെ ആവശ്യമില്ല എന്ന് പറയാം. നമ്മുടെ ഈ 16 മാല, നമ്മൾ 4 വേദങ്ങൾ, 108 ഉപനിഷത്തുക്കൾ, 18 പുരാണങ്ങൾ എല്ലാം അടങ്ങുന്നതാണ് ഈ 16 മാല. അതുകൊണ്ടാണ് നമ്മൾ ദീക്ഷ എടുത്തവരും ഫസ്റ്റായിട്ട് 16 മാല ജപിക്കണം എന്നൊക്കെ പറയുന്നത്. അതാണ് അത് ജപിക്കുന്ന ഒരാൾക്ക് വേദം പഠിക്കേണ്ട ആവശ്യമില്ല. അത് പ്രഭു ഇന്നലെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലൊത്ത് ഞാൻ പോകുന്നില്ല. ഹരേ കൃഷ്ണ. ഹരിബോൾ. 5 മിനിറ്റ്. ഹരിബോൾ. 12 വനങ്ങളെ ഞാൻ എവിടെയോ അതെനിക്ക് 12 വനങ്ങൾ, മഹാവനം, കാമ്യവനം, ഇങ്ങനെ 12 വനങ്ങൾ അത് ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ എല്ലാത്തിലും 12 വനം പറ്റി പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരിബോൾ. എനിക്ക് ഭഗവാന്റെ മുമ്പേ ഇരുന്ന് വായിക്കാൻ ഇന്നലെ രാത്രിയാണ് ആ ഒരു ഭാഗ്യം ഭഗവാനെ വിളിച്ച് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല, ക്ഷമിക്കണം. ഹരിബോൾ. ഇങ്ങനെ ഒരു ഭാഗ്യം തന്ന പ്രഭു കഥാമൃത പ്രഭുവിനും ഐശ്വര്യമാതായി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഇനിയും എനിക്ക് ഇതുപോലെ അവസരങ്ങൾ തരണം. ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഞാൻ വളരെ ചുരുക്കി, എനിക്ക് ഈ സമയത്തിൻ്റെതൊക്കെ വളരെ നിശ്ചയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി അങ്ങ് പറഞ്ഞതാണ്. ഇനി ആർക്കെങ്കിലും ഇപ്പൊ മനസ്സിലായല്ലോ മഹാപ്രഭു ബോധരഹിതനായി വീഴുന്നതിന്റെ ഭാഗങ്ങളും പാവങ്ങളും നമുക്ക് നന്നായിട്ട് മനസ്സിലായി. ഗൂഢമായ പല ഉദ്ദേശത്തോടു കൂടെയാണ് മഹാപ്രഭു ഇങ്ങനെ ബോധരഹിതനാകുന്നതെന്ന്. അതായത് നമുക്കത് അറിയില്ല. മഹാപ്രഭുവിന്റെ അനുയായികളായിട്ടുള്ള മഹാഭക്തന്മാർക്ക് ഇതെല്ലാം അറിയാം. അദ്വൈതാചാര്യർക്കും ഒക്കെ അവർക്കെല്ലാം ഇത് അറിയായിരുന്നു. ഇപ്പൊ ചൈതന്യ ചരിതാമൃതത്തിൽ അത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഞാനും പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, മഹാപ്രഭു എന്താ ഇങ്ങനെ, അപ്പൊ നമ്മളും ഒക്കെ ഭക്തരായവർക്ക് എല്ലാവർക്കും ഇതൊക്കെ വരുമോ, ശരീരം വിയർക്കോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ചൈതന്യ ചരിതാമൃതം വായിച്ചപ്പോഴാണ് അതിന്റെ ഗൂഢമായ ഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നത്. മഹാപ്രഭു ഇങ്ങനെ ബോധരഹിതനായി നിലംപതിക്കും. അതായി പറഞ്ഞില്ലേ, പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ തോന്നും ജനങ്ങൾ ഇങ്ങനെ. ബോധരഹിതനായി കിടക്കുമ്പോ ഭക്തന്മാർക്ക് അറിയാം, കിടന്നിട്ട് മഹാപ്രഭു എഴുന്നേറ്റോളും എന്നറിയാം. മഹാപ്രഭു ഭഗവാനല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും അത് അറിയാമായിരുന്നു. പക്ഷെ സാധാരണ ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല. ജഗന്നാഥക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോ, സാർവഭൗമ ഭട്ടാചാര്യർ കൊണ്ടുപോകുമ്പോ ബോധരഹിതനായി. സാർവഭൗമ ഭട്ടാചാര്യരെ പറ്റി ഇന്നലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു മായാവാദി തത്വജ്ഞാനിയായിരുന്നു, മഹാപണ്ഡിതനായിരുന്നു, പക്ഷെ ഭക്തനല്ല. അതൊക്കെ ചൈതന്യചരിതാമൃതത്തിൽ നന്നായിട്ട് പറയുന്നുണ്ട്. സാർവഭൗമ ഭട്ടാചാര്യർ ഭക്തനായതും ഒരു വൈഷ്ണവനായതും അദ്ദേഹത്തിൽ വന്ന മാറ്റങ്ങൾ, അത് നല്ലൊരു ഭാഗം കുറേ പറയാനുണ്ട്. ഹരേ കൃഷ്ണ. ഹരിബോൾ. എല്ലാവർക്കും നമസ്കാരം. എന്നെ എല്ലാവരും അനുഗ്രഹിക്കുക ഭക്തന്മാർ. ഹരിബോൾ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളവർക്ക് പറയാം. സംശയം ചോദിച്ചാൽ എനിക്ക് അറിയാമെന്നുള്ളതാണെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ സീനിയേഴ്സിനോട് ചോദിച്ചിട്ട് അറിഞ്ഞോളുക. ഹരേ കൃഷ്ണ. ഹരിബോൾ. താങ്ക് യു മാതാജി. വളരെ സന്തോഷം. വളരെ വളരെ നന്ദിയുണ്ട് മാതാജി. വളരെ മനോഹരമായ ക്ലാസ് ആണ് മാതാജി എടുത്തത്. എന്തായാലും നമ്മുടെ റെഗുലർ ഭാഗവതം ക്ലാസ്സിൽ ആഴ്ചതോറും മാതാജിയുടെ ക്ലാസ് വേണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വളരെ നല്ല ക്ലാസ്. മാതാജിയുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും വളരെ ഉള്ളഴിഞ്ഞ് ഭക്തിയും ഷെയർ ചെയ്യാനുള്ള അവസരമായി ഇതിനെ കരുതി ഞങ്ങൾക്ക് എല്ലാവർക്കും മാതാജിയുടെ ക്ലാസ് എല്ലാ ആഴ്ചയ്ക്കും ഒരു പ്രാവശ്യം തന്ന് അനുഗ്രഹിക്കണം മാതാജി ഞങ്ങളെ. താങ്ക് യു മാതാജി. വളരെ സന്തോഷം. താങ്ക് യു. Hare Krishna Maji, thank you so much. Hare Krishna. Hare Krishna. Sakrapoli. Hare Krishna. Hare Krishna. Vrindavan Mataji ki jai. Thank you Mataji. ഞാൻ എന്തൊക്കെ പറഞ്ഞത്
പറഞ്ഞു. ഇങ്ങനെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. ഭഗവാൻ ഓഫർ വച്ചിരിക്കുന്നതുകൊണ്ട് ഭഗവാനെ കാണിക്കുന്നില്ല. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്.